ഹലോ ഗൈസ്, SKV ഇൻസൈറ്റ്സിന്റെ പുതിയൊരു വീഡിയോ എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രായൻ നമ്മുടെ ധനുഷിന്റെ 15th മൂവി കാണാൻ പോവാണ്. അപ്പോൾ എൻ്റെ കൂടെ വിശാലാണ് വരുന്നത്. എൻ്റെ വീഡിയോസ് കണ്ടവർക്ക് മനസ്സിലാവും വിശാലിനെ പറ്റിയിട്ട്. ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, കാണിച്ചിട്ടില്ല, എൻ്റെ വീഡിയോസിലൊന്നും വന്നിട്ടില്ല ആക്ച്വലി പുള്ളി. അപ്പോൾ ഇന്ന് പുള്ളിയാണ് എൻ്റെ കൂടെ നാട്ടിൽ എല്ലാ കാര്യത്തിനും. ഇപ്പോൾ സിനിമയ്ക്ക് പോകാനാണെങ്കിലും എവിടെ പോകാനാണെങ്കിലും പുള്ളിയാണ് എൻ്റെ കൂടെ ഉള്ളത്. ഇപ്പോൾ രായൻ മൂവി കാണാൻ പോവുകയാണ്. ഭയങ്കര എക്സൈറ്റഡ് ആണ്. ആക്ച്വലി ധനുഷ് ഡയറക്റ്റ് ചെയ്യുന്ന മൂവി എന്നുള്ള രീതിയിൽ തന്നെ എക്സൈറ്റഡ് ആണ്. പിന്നെ ഓൾമോസ്റ്റ് റെസ്പോൺസൊക്കെ നിങ്ങളും കണ്ടു കാണും. നല്ല പോസിറ്റീവ് റെസ്പോൺസൊക്കെ ആയിരുന്നു പല സ്ഥലങ്ങളിലും വരുന്നത്. എന്തായാലും നമുക്ക് സിനിമാ തിയേറ്ററിലേക്ക് പോവുകയാണ്. അപ്പോൾ പുള്ളി എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് മൂവി കണ്ടു കഴിഞ്ഞിട്ട് എന്തായാലും റിവ്യൂ എത്തുന്നതായിരിക്കും. പിന്നെ അതുപോലെ ഞാൻ പോകുന്ന തിയേറ്ററും കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. തന്നെ രായൻ മൂവി കണ്ടിറങ്ങിയിരിക്കുകയാണ്. അത്യാവശ്യം കുഴപ്പമില്ല മൂവി. ഞാൻ എൻ്റെ ഡീറ്റെയിൽ റിവ്യൂ എന്തായാലും എൻ്റെ ചാനലിൽ ഇടുന്നതാണ്. അപ്പം ഞാൻ കുറേ ദിവസമായിട്ട് പറയുന്ന വിശാലിനെ ഞാൻ കാണിച്ചു തരാം. വിശാലേ, എങ്ങനെയുണ്ട് പടം? എങ്ങനെയുണ്ട്? ആരതിൽ അടിപൊളിയായി എനിക്ക് തോന്നി പെർഫോമൻസ് വൈസ്? മലയാളത്തും കുറേ പേരുണ്ടല്ലോ, ഓരൊക്കെ എങ്ങനെ? അടിപൊളിയല്ലേ? അപ്പൊ അങ്ങനെ പടം കണ്ട് ഇറങ്ങിയിരിക്കുകയാണ്. നേരത്തെ വിശാലിന്റെ കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ വിശാൽ ഇൻക്ലൂഡ് ചെയ്യാൻ കാര്യം എന്ന് വെച്ചാൽ പലതവണയായിട്ട് പറയുന്നുണ്ട്, പല വീഡിയോകളും പറയുമ്പോൾ പുള്ളിക്ക് ക്യാമറയുടെ ഫ്രണ്ടിൽ എന്തെങ്കിലും സംഭവം, പുള്ളിക്കും ഈ സിനിമയെ പറ്റിയൊക്കെ സംസാരിക്കണം എന്നൊക്കെ ഞങ്ങൾ ഒരുപാട് ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഡിസ്കഷൻ രീതിയിൽ തന്നെ ഞങ്ങൾ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു ഈ വീഡിയോ. പക്ഷെ പുള്ളി ക്യാമറയുടെ മുന്നിലെത്തുമ്പോൾ എന്തോ ഒരു കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും ആ ഒരു സെക്കൻഡിൽ പുള്ളിയുടെ ഒരു ഷോട്ട്, ഐ മീൻ ഒരു ബൈറ്റ് എടുക്കണം എന്ന് എനിക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അതാണ് ഞാൻ ഇന്നലെ ഇങ്ങനെ ഒരു വീഡിയോ ഉദ്ദേശിച്ചത്. അപ്പൊ ഇനി സിനിമയിലേക്ക് വരികയാണെങ്കിൽ, ഇപ്പൊ ഫസ്റ്റ് ഹാഫിലോട്ട് വരികയാണെങ്കിൽ ഫ്ലാഷ് ബാക്കിൽ തുടങ്ങുന്ന സിനിമ. ഫ്ലാഷ് ബാക്കിൽ തുടങ്ങിയിട്ട് അവരുടെ ഫാമിലി, ഐ മീൻ അച്ഛനമ്മ, ഇങ്ങനെയുള്ള ആൾക്കാരവരെ കാണിക്കുന്നു. പിന്നെ അതുപോലെ അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്ന സിനിമ. എന്തായാലും അവരുടെ കുട്ടിക്കാലത്ത് ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. വിശാലിനകത്ത് പറഞ്ഞ പോലെ ധനുഷിന്റെ ക്യാരക്ടർ അഭിനയിച്ച ആ പയ്യൻ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ധനുഷിന് പക്ക മാച്ചിങ് ആയിട്ടുള്ള ഒരു ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ആളുടെ ഫ്ലാഷ് ബാക്ക് ഒക്കെ ഇനിയും പല സിനിമകളും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നല്ലൊരു ആർട്ടിസ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അതുപോലെ ഫ്ലാഷ് ബാക്ക് കഴിഞ്ഞ് സിനിമ പക്ക ഒരു എന്താ പറയാ, ഫസ്റ്റ് അവരുടെ ആ 3 ബ്രദേഴ്സും സിസ്റ്റർ എന്നുള്ള രീതിയിൽ ആണ് ഫോക്കസ് ചെയ്തിട്ടാണ് സിനിമ പോകുന്നത്. പിന്നെ അതിനിടയിൽ ഗാങ്സ്റ്റേഴ്സിന്റെ തമ്മിലൊരു ക്ലാഷ് അത് അങ്ങോട്ട് വരുന്നുണ്ട്. പിന്നെ പോലീസായിട്ട് പ്രകാശ് രാജ് എത്തുന്നുണ്ട്. അങ്ങനെയാണ് പതിയെ സിനിമ വയലൻസ് മോഡിലോട്ട് എത്തുകയാണ്. ഒരു ഇന്റർവെൽ എത്തുന്നതിന് തൊട്ട് മുന്നേ ആകുമ്പോഴേക്കും ഭയങ്കരമായിട്ട് വയലൻസ് ലെവലിലേക്ക് പടം എത്തുകയാണ്. പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പോരാട്ടമാണ് ആക്ച്വലി ധനുഷിന്റെ ഒരു ഒറ്റയാൾ പോരാട്ടം തന്നെ പറയേണ്ടി വരും. ആ സെക്കൻഡ് ഹാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര, സത്യം പറഞ്ഞ വയലൻസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഈ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയതിനകത്ത് അത് സംശയമില്ല, അത്രയും എക്സ്ട്രീം വയലൻസ് തന്നെ അതിനകത്ത് ചെയ്തിട്ടുണ്ട് തന്നെ. പക്ഷെ എന്താ അറിയോ, ഞാൻ മോശമായിട്ടല്ല അത് പറയുന്നത്, ഈ ഒരു സിനിമയ്ക്ക് അത് ആ ഒരു ആവശ്യമായിരുന്നു. കാരണം അങ്ങനെ ഒരു ഗാങ്സ്റ്റർ, എന്താ പറയാ, നമ്മൾ അസുരൻ എന്നുള്ള മൂവിയെ കണ്ടിട്ടില്ലേ, ആ ഒരു കുറച്ചൊക്കെ ഫീൽ എനിക്ക് ചെയ്തു. കാരണം ആ സിനിമ ധനുഷിന്റെ ഒരു പെർഫോമൻസ് കണ്ടതുകൊണ്ടായിരിക്കണം എനിക്ക് കുറെയൊക്കെ പുള്ളിയുടെ ആ ഒരു മാനറിസം ഒക്കെ അതുപോലെ തോന്നി. പക്ഷെ എങ്കിലും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഫസ്റ്റ് ഡയറക്ഷൻ എന്ന രീതിയിൽ തന്നെ ഗംഭീരമായിട്ടുണ്ട്. ധനുഷിന്റെ 50ാമത്തെ മൂവി എന്നൊരു പ്രത്യേകതയുണ്ട്. പിന്നെ നമുക്ക് അറിയാം, കഴിഞ്ഞ മാസം തന്നെ വിജയ് സേതുപതിയുടെ 15th മൂവി റിലീസായിരുന്നു മഹാരാജ. അതും നല്ലൊരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് തന്നെയായിരുന്നു. സിനിമയിൽ കാളിദാസ് ജയറാം, അതുപോലെ അപർണ ബാലമുരളി, ഇങ്ങനെ മലയാളത്തിൽ നിന്നും താരങ്ങൾ ഒരുപാട് വരുന്നുണ്ട്. കാളിദാസ് ജയറാമിന്റെ കാര്യം കൂടി പ്രത്യേകം മെൻഷൻ ചെയ്യണം. കാര്യം എന്ന് വെച്ചാൽ പാവൈ കഥകൾ എന്ന് പറഞ്ഞ സിനിമ, അത് അറിയാം നമുക്കൊക്കെ. പിന്നെ ഒരു ക്യാരക്ടറായിരുന്നു അദ്ദേഹത്തിന്, കുറെ അവാർഡുകളൊക്കെ കിട്ടിയ ഒരു അപ്രിസിയേഷൻ കിട്ടിയ ഒരു സിനിമയായിരുന്നു ആ ഒരു ക്യാരക്ടർ, അതിൽ തങ്കം എന്നുള്ള ആ ക്യാരക്ടർ. അപ്പോൾ നമ്മുടെ സുധാ കൊങ്കരയുടെ പടം പാവൈ കഥകൾ. അതുപോലെ അതിനുശേഷം എനിക്ക് തോന്നുന്നു മലയാളത്തിലേക്കാൾ കൂടുതൽ അദ്ദേഹത്തിന്, ഈ കാളിദാസ് ജയറാമിന് കൂടുതൽ ഇണങ്ങുന്നത് തമിഴ് സിനിമകൾ, കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസും കൂടുതൽ തമിഴിലാന്ന് തോന്നിയിട്ടുണ്ട്. മലയാളത്തിൽ നമുക്കറിയാം പൂക്കാലത്തിൽ വന്നു, പിന്നെ ചെയ്ത അർജന്റീന ഫാൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറെ തുടർ ഫ്ലോപ്പുകളായിരുന്നു. അതിനുശേഷം തമിഴിലോട്ട് പോയപ്പോൾ പുള്ളിക്ക് നല്ല ഒരു കരിയോഗ്രാഫ് അത്യാവശ്യം നല്ല രീതിയിൽ കൊണ്ടുവരുന്നുണ്ട്. അവളുടെ പറ്റുന്ന ക്യാരക്ടേഴ്സ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നന്നായിട്ട് കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും നല്ല രീതിയിൽ തന്നെ ഈ സിനിമയിലും ഗംഭീരമായ ഒരു പെർഫോമൻസ് തന്നെ പറയണം. പിന്നെ നമ്മുടെ സുദീപ് കിഷൻ, കാളിദാസ് ജയറാമിന്റെ ബ്രദറായിട്ട്, നമ്മുടെ ആ ബ്രദേഴ്സിൽ ഒരാളായിട്ട് നല്ല രീതിയിൽ തന്നെ ഗംഭീരം. ഇതിനകത്ത് ഒന്നും ഒരാളും പെർഫോമൻസിൽ മോശം എന്നൊന്നും പറയാനില്ല. എല്ലാവരും
അവർക്ക് കൊടുത്ത റോളുകൾ മികച്ചതാക്കിയിട്ടുണ്ട്. അതുപോലെ എസ് ജെ സൂര്യയുടെ കാര്യം പിന്നെ പറയേണ്ട, ആള് ആസ് യൂഷ്വൽ ആ ഒരു ലെവലിൽ പാറ്റേണിൽ തന്നെ വില്ലൻ പരിപാടിയൊക്കെ നന്നായിട്ട് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ എനിക്ക് ഇതിൽ ഇപ്പൊ ധനുഷിന്റെ ആണെങ്കിൽ കൂടി എല്ലാവരും ഇപ്പൊ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ പോട്ടെ, ഇതിനകത്ത് എടുത്തു പറയേണ്ട വേറൊരു പ്രത്യേകമായ ഒരു ക്യാരക്ടർ ഉണ്ട്. അത് നമ്മുടെ സെൽവരാഘവൻ, ധനുഷിന്റെ ചേട്ടന്റെ ആ ഒരു റോള് ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അത്ര നല്ല രീതിയിൽ തന്നെ, ഒന്നും പറയാനില്ല. അത്ര ഒരു എന്താ പറയാ, സീരിയസ് റോളാണ്, ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന റോളാണ്. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ആളുടെ ഒരു ക്യാരക്ടർ ഇഷ്ടപ്പെട്ടു. ആ ഒരു, ഞാൻ ആളധികം സിനിമയിലൊന്നും കണ്ടിട്ടില്ല, ആളുടെ സിനിമകളും അധികം കണ്ടിട്ടില്ല. സിനിമകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. എനിക്ക് അത്ര ഇതില്ല. ഞാനിപ്പോൾ ട്രെയിലർ കണ്ടപ്പോഴാണ് ധനുഷിന്റെ ചേട്ടനാണ് ആ ഒരു ഇതിൽ. ഞാൻ അധികം തമിഴ് സിനിമകളും അധികം കാണാറില്ല വ്യക്തിയല്ല. അപ്പൊ എങ്ങനെയായാലും പോലും ആളുടെ ക്യാരക്ടറും നല്ല രീതിയിൽ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മൊത്തത്തിലെല്ലാം എല്ലാവരും നന്നായിട്ടുണ്ട്. ഈ ഒരാളെ വിട്ടുപോയി, ധനുഷിന്റെ സിസ്റ്ററായിട്ട് അഭിനയിച്ച ആ ക്യാരക്ടറും നല്ല സൂപ്പർബായിരുന്നു. ലാസ്റ്റ് എനിക്ക് ഇതൊക്കെ സിനിമകളുടെ കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇതിൽ എടുത്തു പറയേണ്ട ഒരാൾ AR റഹ്മാൻ എന്നുള്ള മ്യൂസിക് നമ്മൾ കേട്ട് കാണും. ഉസുരെ എന്നുള്ള ആ സോങ്, ആ തിയേറ്ററിൽ ആ പോർഷൻ എന്ന് പറഞ്ഞാൽ വലിയൊരു ബീറ്റ് വരുന്നൊരു സോങ് ആണ്. അതിനകത്ത് ക്ലൈമാക്സിലോട്ട് അടുക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഈ ഒരു സോങ്, അതിൻ്റെ BGM കുറെ വന്നു പോകുന്നുണ്ടെങ്കിലും ഈ ഒരു സോങ് ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ അത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. നല്ല BGM-ഉം എല്ലാം വർക്കൊക്കെ നന്നായിട്ടുണ്ട്. എനിക്ക് AR റഹ്മാന്റെ കുറച്ച് കാലത്ത് നമ്മുടെ ആടുജീവിതത്തിന് ശേഷം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സോങ് തന്നെയാണ് അത്. എന്തായാലും നല്ല രീതിയിൽ തന്നെ എല്ലാം കാണുന്നത്, എല്ലാം തിയേറ്ററിൽ പോയി തന്നെ കാണുക. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. നല്ലൊരു തിയേറ്ററിൽ പോയി കാണേണ്ട ഒരു സിനിമ തന്നെ ഉണ്ട്. എന്തായാലും ധനുഷിന്റെ ഡയറക്ഷൻ പക്ക സൂപ്പർബായിട്ട് തന്നെ, നല്ല കിടിലൻ ഫിലിം മേക്കിങ്ങിന് പറ്റിയ ഒരാളാണെന്ന് തന്നെ നമുക്ക് ഈ സിനിമയിൽ തന്നെ മനസ്സിലാക്കാം. അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ആളുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് തന്നെ നല്ല രീതിയിൽ തന്നെ അത് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി വരാൻ പോകുന്ന സിനിമകൾക്കും ഓൾ ദി ബെസ്റ്റ്. എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അണ്ടിൽ ദെൻ